എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA മലയാള സാഹിത്യ പഠനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ എ സെക്ഷനിലെ 15 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. 1-2 വാക്യത്തിൽ മാത്രം ഉത്തരമെഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ചോദ്യം: ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ഭാഷ കുചേല കുടുംബിനിയായി പോകുന്നത്? വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്നുമാണ് ഈ ചോദ്യം. മലയാളത്തിലെ ചെല്ലക്കിടാങ്ങളുടെ നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള ആഗ്രഹമാകുന്ന വിശപ്പ് ശമിപ്പിക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ഭാഷ കുചേല കുടുംബിനിയായി പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ബുദ്ധിമാന്മാരോട് ഭാഷാസ്നേഹിയായ കവി നടത്തുന്ന ആഹ്വാനമെന്ത്? വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്നുമാണിത്. സ്വന്തം ഭാഷാ തറവാടിൻ്റെ സ്വത്ത് വളർത്താനായി യത്നം ചെയ്യൂ എന്ന് കവി ആഹ്വാനം ചെയ്യുന്നു. ആലസ്യത്തിന് നിവാപാമ്പ് നൽകാൻ കവി ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: അലക്ഷ്യവർമാവൃഷി മക്കളോടുര ചെയ്താൻ എന്ത്? ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്നുമുള്ള ചോദ്യമാണിത്. ജമദഗ്നി മഹർഷി മക്കളോട് പറഞ്ഞതാണിത്. വംശത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പാപിനിയായ അമ്മയെ കൊല്ലുക എന്നാണ് പറഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: മലയാള ദേശത്തെ മഹേന്ദ്രചലത്തിലിരുന്ന് പരശുരാമൻ നിരീക്ഷിച്ചതിങ്ങനെ? ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്നുമാണ് ഈ ചോദ്യം. നീലവാനിനു താഴെ പച്ച നാക്കിലെ വെച്ച പോലെയാണ് സ്വന്തം നാടിനെ കാണുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം എന്തിനു വേണ്ടി? NN കക്കാടിൻ്റെ സഫലമി യാത്ര എന്ന കവിതയിൽ നിന്നുമാണ് ഈ വരികൾ. ജീവിതത്തിൻ്റെ ഇത്തിരി ശർക്കര നുണയുവാൻ എത്ര ചവർപ്പ് കുടിച്ചു വറ്റിച്ചു എന്ന് കവി പറയുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഈ ദിവസത്തിൽ മാത്രമല്ലാത്തൊരു ബന്ധത്തെപ്പറ്റി നീ ചിന്തിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. വക്താവിൻ്റെ മനോഗതം വ്യക്തമാക്കുക. TV കൊച്ചുബാവയുടെ ബംഗ്ലാവിൽ നിന്നുമാണ് ഈ ചോദ്യം. സോമരാജ് തൻ്റെ ഭാര്യ വിജയകുമാരിയോട് ബംഗ്ലാവിലെ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പറയുന്നതാണിത്. നവവധുവായ അവൾക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ പോയത്. ചെമ്മീൻ കച്ചവടക്കാരനായ ഡിസിൽവയെയാണ് അവൾക്ക് പങ്കാളിയായി ലഭിച്ചത്. നാളെ അയാൾ ഫോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോൺ എടുക്കരുതെന്നും അയാൾ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഈ ദിവസത്തിൽ മാത്രമല്ലാത്തൊരു ബന്ധത്തെപ്പറ്റി ചിന്തിക്കുന്നത് പോലും അയാൾക്കിഷ്ടമല്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: പുരാതനമായ ഓർമ്മപ്പെടുത്തലുകളോടെ അനവധി തണൽ മരങ്ങളുടെ സാരല്യത്തിന് നടുവിൽ അത് നിന്നു. ഏതിനെക്കുറിച്ചാണ് സൂചന? ഈ ചോദ്യം TV കൊച്ചുബാവയുടെ ബംഗ്ലാവ് എന്ന കഥയിൽ നിന്നാണ്. ദമ്പതികളായ സ്ത്രീ പുരുഷന്മാർ ഒത്തുകൂടുന്ന തലസ്ഥാന നഗരിയിലെ ഗീവർഗീസിൻ്റെ ബംഗ്ലാവിനെക്കുറിച്ചാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: രാവണ പെരുമാൾക്ക് അടവിയിൽ തോൽമയില്ല. ശൂർപ്പണഖ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? സാറ ജോസഫിൻ്റെ തായ്കുലം എന്ന കഥയിൽ നിന്നുമാണ് ഈ ചോദ്യം. രാവണപ്പെരുമാളിൻ്റെ മല്ലും ചന്ദിരവാളും ആർക്കും തടുക്കാനാവില്ല. കടൽ മുരശു നാദം പോലെ അവൻ അലറുമ്പോൾ കാനകം കുലുങ്ങും. വാളരശനായ അവൻ ചിനത്തു വരുമ്പോൾ വടമലയും നടുങ്ങും. അവൻ്റെ വില്ലേശും പോർവിളിയും കേട്ട് വളർന്ന തങ്കയ്ക്കും കണ്ടകൻ കുലത്തെ അറുക്കണതിൽ തോൽമയില്ല. അതുകൊണ്ടാണ് രാവണപ്പെരുമാൾക്ക് അടവിയിൽ തോൽമയില്ല എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: ദുഷ്യന്തൻ മാഷ് രാജ്യത്ത് ആദ്യം വരുത്തിയ പരിഷ്കാരം എന്ത്? VKNൻ്റെ ദുഷ്യന്തൻ മാഷ് എന്ന കഥയിൽ നിന്നുമാണ് ഈ ചോദ്യം. ജനത്തിൻ്റെ ഭക്ഷണ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി. കോതമ്പ് ദീനികളായ തൻ്റെ പ്രജകളോട് നെല്ലരിശി തിന്നാൻ അദ്ദേഹം കൽപ്പിച്ചു. പത്താമത്തെ ക്വസ്റ്റ്യൻ: ഞാൻ എവിടെയാർന്നാലും ഇതിൻ്റെ ഗന്ധം എന്നെ ഇളക്കും. വക്താവാര്? സൂചനയെന്ത്? സാറ ജോസഫിൻ്റെ തായ്കുലം എന്ന കഥയിൽ നിന്നുമാണ് ഈ വരികൾ. വക്താവ് ശൂർപ്പണഖയാണ്. പഞ്ചവടിയിലെ വൃക്ഷത്തിൻ്റെ ഗന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ: പ്രത്യയശാസ്ത്രത്തിനും പ്രവചനത്തിനുമപ്പുറം
അത് മഞ്ഞ മനുഷ്യൻ്റെയും വെളുത്ത മനുഷ്യൻ്റെയും ശുദ്ധ സംഘട്ടനമായി. എന്താണ് സൂചിതം? OV വിജയൻ്റെ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മ എന്ന ലേഖനത്തിൽ നിന്നുമാണ് ഈ ചോദ്യം. വിയറ്റ്നാം സമരത്തെക്കുറിച്ചാണ് സൂചിതം. അവിടെ നടന്നിട്ടുള്ള സമരം തൊഴിലാളി വർഗത്തിൻ്റെ സമരമായിരുന്നില്ല, കമ്മ്യൂണിസത്തിലേക്ക് വേണ്ടിയുള്ള സമരവും ആയിരുന്നില്ല. അവിടെ യഥാർത്ഥ വിപ്ലവം നടന്നിട്ടില്ല എന്നും പ്രാകൃതവും ശുദ്ധവുമായ ഈ സമരം ആദ്യം ഏഷ്യക്കാരായ അധിപന്മാർക്ക് എതിരായും അക്രമിയായ വെളുത്ത മനുഷ്യനെതിരായുമാണ് നടത്തപ്പെട്ടത്. വിയറ്റ്നാമീസ് ജനത അമേരിക്കയ്ക്കെതിരെ നടത്തിയ പോരാട്ടമായിരുന്നു അത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. വീട്ടിൽ വെച്ച് തന്നെ പവിത്രയുടെയും അനൂപിൻ്റെയും കല്യാണം നടത്തണമെന്ന് ചന്ദ്രശേഖരൻ തീരുമാനിച്ചതിന് കാരണമെന്ത്? എസ് ഹരീഷിൻ്റെ മോദസ്ഥിതനായങ്ങു വസിപ്പൂ മല പോലെ എന്ന കഥയിൽ നിന്നുമാണ് ഈ ചോദ്യം. ചന്ദ്രമോഹൻ്റെ അച്ഛൻ കരുണാകരൻ സുഖമില്ലാതെ കിടപ്പിലാണ്. കൊച്ചുമകളുടെ വിവാഹം കട്ടിലിൽ കിടന്നാണെങ്കിലും കാർന്നോർക്കും കൂടാമല്ലോ. അതുകൊണ്ടാണ് ചന്ദ്രമോഹൻ അപ്രകാരം ഒരു തീരുമാനമെടുത്തത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിസ്റ്റ്യൻ അഹ്റോണിൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഷാരോണിലെ റോസാപ്പൂക്കൾ എന്ന കഥയിൽ നിന്നുമാണ് ഈ ചോദ്യം. താൻ സ്നേഹിച്ചിരുന്ന സലീൽ മുഖർജിയെ കണ്ടെത്തുക എന്നതാണ് ക്രിസ്റ്റ്യൻ അഹ്റോണിൻ്റെ യാത്രയുടെ ഉദ്ദേശം. 14ാമത്തെ ക്വസ്റ്റ്യൻ. അയോധ്യയ്ക്ക് നഷ്ടമായ ഭാഗ്യം എന്ന് സീത വിശേഷിപ്പിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഈ ചോദ്യം CN ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകത്തിൽ നിന്നുമാണ്. കിരീടത്തിൻ്റെ അലങ്കാരം രാമനല്ല, കിരീടത്തിന് രാമനാണ് അലങ്കാരം. അയോധ്യയ്ക്ക് ആ ഭാഗ്യമാണ് നഷ്ടമായത്. പരശുരാമനെ തോൽപ്പിച്ച വീരകുമാരൻ കിരീടങ്ങൾക്ക് അലങ്കാരമാകും എന്നാണ് സീത വിശേഷിപ്പിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ആ ശാപം എന്നേ കാലഹരണപ്പെട്ടു? ഏത് ശാപം? സാകേതം എന്ന നാടകത്തിൽ വസിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് പറയുന്നതാണിത്. നായാട്ടിനിറങ്ങിയപ്പോൾ ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ശൂദ്രമുനിയുടെ മകനെ കൊന്നതും ദുഃഖം സഹിക്കാതെ പുത്രദുഃഖത്താൽ നീയും മരിക്കും എന്നുള്ള അവരുടെ ശാപത്തെക്കുറിച്ച് വസിഷ്ഠ മഹർഷി ഓർമ്മിപ്പിച്ചപ്പോൾ ദശരഥൻ പറയുന്ന മറുപടിയാണിത്. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.